എല്ലാ മനുഷ്യരുടെ ആഗ്രഹമല്ലേ ഒരു വീട്. ഞാൻ ഗൾഫിന് പോയി കഷ്ടപ്പെട്ട് ഇത്തിരി പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഒരു വീട് വെക്കണം. പക്ഷെ അളിയൻ ഭയങ്കര ഉടക്കാം. എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇതിലെല്ലാം അങ്ങ് പോട്ടെ. വല്ലാത്തൊരു മേശിരിയാണ് ഞാനിപ്പോ ഈ പണി ഏൽപ്പിച്ചേക്കുന്നത്. പുള്ളിയെ വിളിച്ച അതിനെക്കാടി വലിയ നാശം. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു. നമ്മുടെ ഗ്രഹപ്പഴ സമയം ഇത്. ഹലോ ഹലോ. ആ മേശിരി, നിങ്ങൾ ഇതെവിടാ? ഇതാരാ ഇത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പെരയ്ക്ക് കുറ്റി വെക്കണമെന്ന്. എന്നിട്ട് എന്താ വരാത്തെ? നിങ്ങൾ എവിടെ നിൽക്കുവാ? ഞാൻ ഈ പ്ലാവും ചോട്ടി നിൽക്കുവാ. കൊള്ളാം. ഇനി അവിടുന്ന് ചക്ക അളത്തി പറക്കി വേവിച്ച് തിന്നിട്ട് ഇനി എപ്പ വരാനാ? എടാ, നിനക്ക് പ്ലാവും കുറ്റി വേണ്ടായോ? കുറ്റി വെട്ടാൻ നിൽക്കുവാന്ന്. പ്ലാവും കുറ്റി ഒന്നും വേണ്ട, നിങ്ങൾക്ക് വന്നാ മതി. കുറ്റിയൊക്കെ ഇവിടെ ഉണ്ട്. ശരി ശരി. വഴി അറിയാമോ? വഴി എനിക്ക് ആ ജംഗ്ഷനിൽ വന്നിട്ട് എങ്ങോട്ടാ വരണ്ടേ? ജംഗ്ഷനിൽ വന്നിട്ടേ ഇച്ചിരി മുമ്പോട്ട് വരുമ്പോ വലത്ത് സൈഡിൽ ഒരു ആലുണ്ട്. ആലിന്റെ അവിടുന്ന് ശകലം മുമ്പോട്ട് വരുമ്പോ വലത്ത് സൈഡിൽ കാണുന്നത് സോമന്റെ വീടാ. നമ്മുടെ തങ്കമ്മയുടെ വീട്. തങ്കമ്മയുടെ ഭർത്താവായി സോമൻ. അവിടുന്ന് വീണ്ടും മുമ്പോട്ട് പോകണം. മുമ്പോട്ട് ചെല്ലുമ്പോ വീണ്ടും വലത്ത് സൈഡിൽ ഇരിക്കുന്ന വീട് സുരേഷിന്റെയാ. സുരേഷ് നമ്മുടെ വസന്തയുടെ വീടെന്ന് പറ. എടാ, വസന്തയുടെ ഭർത്താവായി സുരേഷ്. എടാ, ഇവന്മാർ രണ്ടുപേരും 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എന്റെ കൂടെ പഠിച്ചെന്ന്. എന്നിട്ടും അവന്മാരുടെ പേര് അവൻ അറിയില്ല. ഹലോ മേശ്രി, പറഞ്ഞോ, കേക്കാമോ? അത് കഴിഞ്ഞ് അടുത്ത പുരയിടമാണ് എന്റേത്. നമ്മുടെ ശരണ്യയുടെ വീട്. ശരണ്യയുടെ ഭർത്താവായി ഞാൻ. ഗൾഫിലല്ലായിരുന്നോടാ? ഞാൻ ഇന്നലെ രാത്രിയല്ലേ വന്നേ. എന്ന് പോവും? അവൻ അതറിയണം. ഹലോ മേശ്രി, നിങ്ങളെ ഇവിടെ വന്ന് കുറ്റി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ. ഞാൻ കുറ്റി വെച്ചിട്ട് നീ അങ്ങ് പൊക്കോ. ഓക്കെ ആണേ? ഓക്കെ. ഞാൻ വരണേ. മേശ്രി, ഞാൻ പറയാൻ കാരണം ഈ അളിയന്റെ കാര്യം എന്ന് വെച്ചോ. ഇത് മേശ്രി, പിന്നെ എങ്ങനെ എന്റെ കാര്യം നടക്കുമെന്ന് പറ. കുറ്റി എന്തിയെ? ചെവക്കുറ്റിയാണോ? അത് ഞാൻ തല്ലി പൊട്ടിക്കും. പൊട്ടിക്കാനെ കൊണ്ട് ഈ കുറ്റി അടുത്തല്ലോ എവിടെ പോയാളിയാ? എന്തോ നിന്റെ പ്ലാൻ? പറഞ്ഞല്ലോ, അളിയനെ കാണിച്ചില്ലല്ലയോ? അളിയ, ഇതാ നമ്മളിപ്പം വെക്കുന്ന പ്ലാന്. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഒരു 5 or 6 മുറിയും ഒരു 2-3 സിറ്റ് ഔട്ടും ഒക്കെ വെച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. നിന്റെ വീടിന്റെ പ്ലാൻ അല്ല ഞാൻ ചോദിച്ചു. പിന്നെ എന്തുവാ നിന്റെ ഉദ്ദേശം? കണ്ണീ കുത്തരുത്. ഞാനോ? അല്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ 3 സെന്റിനകത്ത് നല്ലൊരു വീട് വെക്കണം. എന്നിട്ട് പിന്നെ പാലുകാച്ച് നടത്തിയിട്ട് ഗൾഫിലോട്ട് അങ്ങ് പോകണം. നടക്കത്തില്ല മോനെ, നടക്കത്തില്ല. ആരും ഇതുവരെ ഗൾഫിന് നടന്നു പോയിട്ടില്ല. എല്ലാരും ഫ്ലൈറ്റിനായി പോന്നേ. കൂടുതൽ കളിപ്പിക്കരുതേ. നിന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് ഓഹരി വന്നോ ഈ 3 സെന്റ് സ്ഥലം? ആണോ? അവിടെ ഞാൻ വീട് വെക്കാൻ പറ്റും പൈസ എടുത്തോളം നിനക്ക് ഗൾഫിന് പോകാൻ തന്നേ. നീ എന്നോട് എന്തോ പറഞ്ഞേ? 2 വർഷം കഴിയുമ്പോ തിരിച്ചു തരാന്ന്. അങ്ങനെ പറഞ്ഞേ? ആണോ? ഇപ്പം വർഷം 5 ആയില്ലോടാ. സംശയം. നീ വന്നിട്ട് നീ ഇപ്പൊ അവിടെ വീട് വെക്കാൻ പോകുന്നു ഇല്ലേ? അപ്പൊ നീ കാണിക്കുന്ന തെറ്റല്ലയോ? ഇത് എന്തുകൊണ്ട് നമ്മൾ സമ്മതിക്കത്തില്ല. എടാ, നിന്റെ ഒന്നും വിളച്ചിൽ എന്റെ അടുത്ത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അത് നീ ഞാനേതാണ്ട് പറഞ്ഞോ? ഞാനാ പറഞ്ഞേ? വരുന്ന ആളാ. അപ്പൊ നിനക്ക് പറയാൻ പറ്റാതെ നീ പുറത്തുനിന്ന് ആളെ വെച്ച് പറയിപ്പിക്കുക. എന്റെ അളിയാ, ഇത് എനിക്ക് വീടിന് കുറ്റി വെക്കാൻ വന്ന മേശരിയാ. കുത്തുന്ന എനിക്കൊന്ന് കാണണം. എടാ, ഞാൻ പറയുന്നേ ഒന്ന് കേക്ക. നീ കട്ട് ചെയ്യ. ഇവിടെ അങ്ങോട്ട് ഇന്നലകളയാ. അത് കഴിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. വെച്ചേരെ. ശരി. കാര്യങ്ങളൊക്കെ എന്തുവായി? കാര്യങ്ങളൊക്കെ ഒരുവിധം ആക്കി വെച്ചേക്കുവാ. മേശരി എവിടായിരുന്നു? ഞാൻ കുറ്റി വെക്കാൻ പോയതില്ലയോ? ഇവിടെ ഒരു കുറ്റി വെക്കാൻ നേച്ചു വേറെ വെക്കാൻ പോയേക്കുവാ. ഞാൻ സിലിണ്ടർ കുറ്റി വീട്ടിൽ കൊണ്ട് വെക്കാൻ പോയാ. അതാണോ ഇപ്പൊ കാര്യം? അത് പോട്ടെ. ഇപ്പൊ വിളിച്ച നമ്പർ ഇല്ലയോ? ആ നമ്പറിൽ ഒന്നുകൂടെ വിളിച്ചേ. അതപ്പൊ നിങ്ങളുടെ നമ്പർ അല്ലേ? എന്റെ നമ്പർ തന്നെ. അത് ഞാൻ ഇവിടെ വന്നോന്ന് എനിക്കൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അത് കാര്യം എന്താണെന്നറിയാമോ? ഇതുപോലെ പല സ്ഥലത്തും എന്നെ കുറ്റിവെക്കാൻ വിളിച്ചിട്ടുണ്ട്. സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നില്ലെന്നാ ഇവരുടെയൊക്കെ പരാതി. അതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാ. നല്ല പാർട്ടി എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ അപ്പൊ ഈസ്റ്റ് എവിടാ? ഈസ്റ്റ് ഞാനിപ്പോ ഓർത്തോ. അളിയോ, എന്തുവാ കണ്ടോ? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോ അങ്ങനെയാണോ വിളിയേക്കുന്നേ? അളിയാ, ഒരു ഉപകാരം ചെയ്യാം അളിയാ. ഞാൻ അങ്ങ് മറന്നുപോയി. സജിയുടെ കടച്ചതിന്റെ ഒരു ഈസ്റ്റ് മേടിച്ചത്. ഇപ്പൊ ഇവിടെ ഈസ്റ്റ് എന്റെ അളിയാ 10 or 16 കുറ്റി എങ്ങാണ്ട് വെക്കണം. ഇതെല്ലാം കൂടി ഇനി പതച്ച് പൊങ്ങാനാണോ പുളിച്ച് പൊങ്ങാനാണോ? അതാണോ ഞാൻ ചോദിച്ചത്? പിന്നെ ഇവിടെ പടിഞ്ഞാറല്ലയോ കിഴക്ക്? എന്റെ മേച്ചി ഇവിടെ കിഴക്ക് ആണോ? ചിലടത്തെ ദിക്ക് തിരിയും. അതുകൊണ്ടായോ ചോദിച്ചത്? വേണ്ടായോ? അപ്പൊ നീ ഇപ്പോഴും അതേ കാര്യം പിടിച്ചോണ്ടിരിക്കുവാന്നോ? അത് വേണ്ടല്ലേ, അത് വിട്ടേര്. പിന്നെ ഞാൻ പറഞ്ഞ ലിസ്റ്റും പ്രകാരമുള്ള സാധനമൊക്കെ വാങ്ങിച്ചായിരുന്നു. എല്ലാ സാധനവും ഉണ്ട്. വാഴയില ഉണ്ടോ? നീ ഇവിടെ ഇലയപ്പം ഉണ്ടാക്കാൻ പോ. എടാ, പഴം എന്തിയേ? നിക്കുന്ന കണ്ടില്ലയോ? എന്താളിയോ ചുമ്മാ കളി. നല്ലൊരു ചാടങ്ങ് നടക്കുവാളിയോ അത്? എടാ, ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ പഴവും തേങ്ങയൊക്കെ എടുക്കാതെ ആ പ്ലാൻ ഇങ്ങോട്ടെ. മേശ്ശേരി, ഇതാ പ്ലാൻ കേട്ടോ. നീ കാക്കക്കൂടാന്നോ പണിയുന്നത്? അതോ കെട്ടിടം പണിയാൻ പോവാ? വീട് കണ്ടിട്ടെത്തുവാ. പിന്നെ
അത് ഞാൻ പേന തെളിവ് കുത്തി വരച്ച് നോക്കിയതാ. തിരിച്ചടി. ഇങ്ങനായിരിക്കും. ആ ഇത് കൊള്ളാമല്ലോ. ഇതാരാ വരച്ച്? നമ്മുടെ ഒരു കൂട്ടുകാരൻ. ആ നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്ഥലം എത്ര സെന്റ് ഉണ്ടെന്നാ പറഞ്ഞു? ഇത് 3 സെന്റും ഉണ്ട്. 3 സെന്റ് സ്ഥലത്തിലാകുമ്പം 4 ബെഡ്റൂം, പിന്നെ സിറ്റ് ഔട്ട്, ബാത്റൂം, കാർ പോർച്ച്, അടുക്കള. അപ്പൊ അപ്പുറത്ത് പണിയേണ്ടി വരും. പിന്നെ ഓടിക്കോ. എന്തുവാളിയാ അത് എന്റെ സ്ഥലമാ. 3 സെന്റ് സ്ഥലം കേട്ടല്ലോ. അവിടെ കുത്താൻ പറ്റത്തില്ല പറഞ്ഞു കേട്ടല്ലോ. നീ അളിയനും മളിയനും ഒക്കെ ആയിരിക്കും. വെളച്ചം എന്റെ അടുത്ത് എടുക്കരുത്. ഞാൻ മേശരിയാന്ന് ഞാൻ കുത്തും. നീ കുത്തുന്നുണ്ടെങ്കിൽ നീ മേശരിയല്ല, നീ മുഷിയായിരിക്കും. എന്തോ ചെയ്യാനാ ചെന്ന് വാങ്ങിക്ക്. മേശരിക്ക് ഒരു കാര്യം അറിയത്തില്ല. നീ പറയാതെ ഞാൻ എങ്ങനെയാടാ അറിയുന്നത്? എന്നാ കേട്ടോ, ഞാൻ അവന്റെ പെങ്ങളെ കല്യാണം കഴിച്ചാ. എനിക്ക് വീടും തന്ന സ്ഥലം ഇത്. ഇവിടെ വീട് വെച്ചിരുന്ന പൈസ അവൻ ഗൾഫിന് പോയി. ഇപ്പൊ എന്നിട്ട് അവൻ വീട് വെക്കുക. ഞാനും എന്റെ ഭാര്യയോട് ഇപ്പൊ വാടക വീട്ടിലാണ് കഴിയുന്നത്. പിള്ളേരൊക്കെ അത് കൊള്ളാം. കല്യാണം കഴിച്ചപ്പോ അവള് നേർച്ചയിട്ടില്ലയോ? എന്തുവാ? ഒരു കുഞ്ഞിക്കാലി കണ്ടിട്ട് ഒരുമിച്ച് കിടക്കത്തുള്ളൂ. അയ്യോ അതങ്ങനാടാ. എനിക്കറിയാൻ വയ്യേ. വേറെ കാര്യം അറിയാവോ? ഇവന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കുമ്പോ ഈ ചെറുക്കനാണെങ്കിൽ കുരിശ് 2 പഠിക്കുക. നമ്മുടെ കുരിശ് വെള്ളക്കൊടത്തില്ല. അതാണോ? പിന്നെ ഒന്ന് പറഞ്ഞു പറ. മേശ്ശേരി അളിയൻ പറഞ്ഞത് എന്താണെന്നറിയാം? കുരിശ് 2 പറഞ്ഞ +2. ഞാൻ +2 പഠിക്കുവാണ്. സമയം എന്തോ മേശ്ശേരി? 9:45. മുരുകൻ ആ ഫ്ലൈറ്റ് ഓടിക്കുന്നത്. മുരുകനല്ല, ജോൺസണാ. മുരുകനായിരുന്നു ആ മേഘത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇട്ട് വെട്ടിച്ച് പറപ്പിച്ച് വിട്ടേന്. ഞാൻ ഇതിന്റെ ഫുട്ബോളെ വരെ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ സന്തോഷിക്ക് വന്നേ. എടാ ഞാൻ അന്നേ മാസത്തിൽ ഒരു 3 തവണയെങ്കിലും ഇവിടുന്ന് ഗൾഫിൽ കുറ്റിവെക്കാൻ പോകുന്നതാ. ഞാൻ ഈ സഞ്ചിയും തൂക്കിയിട്ട് ഈ പ്ലെയിന്റെ പുറത്തിരുന്നാ പോകുന്നത്. ഫ്ലൈറ്റിന്റെ പുറത്തോ? പിന്നെ അതെങ്ങനാ? നിനക്ക് ഫുട്ബോളായിരുന്നു വാങ്ങി, പിന്നെ എനിക്ക് പുറത്ത് കയറിയിരുന്നു വന്നതിന് എന്തുവാ? വേണ്ടായിരുന്നു. അവനിപ്പൊ ഈ പറഞ്ഞില്ലേ ഈ മിണ്ണവർത്താനം, എനിക്ക് അവിടെ പിടിച്ചില്ല. ഞാൻ അവന് ഇത് ഇവിടെ അടുക്കള വെക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ച. ഞാൻ കൊടുക്കത്തില്ലേ? ഞാൻ കൊടുക്കട്ടെ. ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ വേണം. എന്റെ എന്തോ കുറ്റമല്ലേ അവൻ പറഞ്ഞു. ഞാൻ പറയുന്ന മേശ്ശേരി കേക്ക്. ഇവൻ കാണിച്ച മണ്ടത്തരം കേൾക്കണം. കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഇടിയും മഴയും കേട്ടോ. ഇടിയും മഴയും പെയ്തപ്പോ ഇവൻ രാത്രി മിറ്റത്തിറങ്ങിട്ട് ആകാശത്തോട് നോക്കി ഭയങ്കര ചീത്ത വിളി. അതെന്തിനാടാ? ഇടിവെട്ടിയില്ലയോ? അതിനു മുമ്പേ മിന്നൽ അടിച്ചില്ലെന്ന് അവന്റെ പരാതിയാ. വേറെ മണ്ടത്തരം കേൾക്കണോ? ഞങ്ങളെല്ലാം കൂടി ഇന്ന് സീരിയൽ കാണുമായിരുന്നു കേട്ടോ. അപ്പൊ സീരിയൽ കണ്ടപ്പോഴേ നായികയുടെ അമ്മ കിടന്ന് കരയുവാ. ഈ മാസം വീടിന് വാടക കൊടുക്കാനില്ലെന്ന്. കൊണ്ടന്ന് അടിച്ചു പൂക്കുറ്റിയാ. ഇത് കണ്ടോണ്ട് ഇയാൾ എന്തെന്നറിയോ? പോക്കറ്റിന്ന് പൈസ എടുത്തിട്ട് റിമോട്ടിനകത്ത് എടുത്ത് വെച്ചിട്ട് പറയാം, ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്, നാളെ ഇതും പറഞ്ഞ് സീരിയൽ വരാതിരിക്കല്ലേ എന്ന്. ഇതുപോലെ എനിക്കുണ്ട്. ഇതുപോലെ അണ്ണപ്പണ ഒരു ദിവസം കണ്ടത്തിലോട്ട് ഇറങ്ങി ചേർന്നപ്പോ ഇത്രയും നീളമുള്ള ഒരു അളിയൻ പോലും വരാല്. ഈ വരാലിനെ പിടിച്ചോണ്ട് ഈ അളിയൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പെണ്ണുമ്പിള്ളയുടെ കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് കറി വെക്കാൻ. പെണ്ണുമ്പിള്ള പറഞ്ഞു കൊല്ലത്തില്ല. ആര് പറഞ്ഞു കൊല്ലത്തില്ലെന്ന്? കൊല്ലത്തുണ്ട് അത് വരാല്. ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ശരിയാ, കൊല്ലത്ത് വരാലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എടാ അതല്ലെന്ന്, ഈ വരാലിനെ കൊല്ലത്തില്ലെന്ന്. ഈ അളിയൻ എന്തോ എന്നറിയോ? ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ വരാലിന്റെ തല പിടിച്ചിട്ട് ഈ വെള്ളത്തിലോട്ട് മുക്കി ഒരു 1/2 മണിക്കൂർ അങ്ങ് പിടിച്ചോണ്ടിരുന്നു. അതെന്തിനാ? ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ. എന്നിട്ട് ചത്തോ? ഇതിലും ഭേദം എന്റെ അളിയനാ. എന്തോ ചെയ്യാന്ന് പറ മേശ്ശേരി. സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഇതിന്റെ കാര്യങ്ങളെല്ലാം നടന്നിരിക്കും. നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യണം. സെറ്റ് ഔട്ട് ചെയ്യുമ്പോ ഇത് നോക്കുമ്പോഴ് 3 സെന്റ് വസ്തു ഇല്ലയോ? ഇത് അതിര് വരുമ്പോൾ ഇവിടെ വായു കോണ്, ഇവിടെ അഗ്നികോണ്, ഇവിടെ വീഡിയോ കോൺ. പിന്നെ നിനക്ക് വാഷിംഗ് മെഷീൻ വെക്കണ്ടായോ? അതൊക്കെ ഇപ്പോഴാണോ? 100 കൂട്ടം വേറെ അല്ലാതെ നമുക്ക് ഇതിനകത്ത് പണിയില്ലയോ? വാഷിംഗ് മെഷീൻ ഒക്കെ പിന്നെ ചെയ്തോളാം. ഇതിനകത്ത് വേറെ മുറികളെ കൊടുത്തിരിക്കേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഈ 3 സെന്റിനകത്തിൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ 4 ബെഡ്റൂം അങ്ങ് അടിച്ചിടാം. അപ്പൊ അടുക്കള ഒരു കാര്യം ചെയ്യും, പുറത്ത് പോയി ആഹാരം കഴിക്കും. അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട ഒരു വീട് വെച്ചിട്ട് ഞാൻ പുറത്ത് പോയി ആഹാരം കഴിക്കാം? പിന്നെ പുറത്ത് ഇവിടെ സ്ഥലമില്ലല്ലോ, അളിയെ സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ മേശി, അപ്പൊ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇതിനകത്ത്? എടാ അടുക്കള ഇല്ലേ, പിന്നെ അറ്റാച്ചിയുടെ ബാത്റൂം ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അറ്റാച്ചിയുടെ അല്ലെന്ന്, അറ്റാച്ച്ഡ് ബാത്റൂം ഇതിനകത്തുണ്ട്. എടാ ഇതൊക്കെ ഒരു കാര്യം നീ കേക്ക്. ഈ അറ്റാച്ചിയുടെ ബാത്റൂം ഒന്നും ഇതിനകത്ത് വേണ്ട. നമ്മൾ ഈ വെളിയിൽ ആഹാരം പോയി കഴിക്കാൻ സംബന്ധിച്ച സ്ഥലത്തുണ്ടല്ലോ, ഇതെല്ലാം സെറ്റപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇനി പോകുന്ന പറഞ്ഞപ്പോരായോ? അത് പക്ഷെ അത് ഒരു കാര്യം ചെയ്യും, കയറെടുക്ക. നമുക്ക് അങ്ങ് സെറ്റ് ഔട്ട് ചെയ്യാം. അത് ചെയ്യാം. അളിയാ പിടിയാളിയാ, ഒന്ന് പേടിക്കാളിയാ, എന്തൊരു ആവശ്യം വരുമ്പോ മടിച്ചായി ചെയ്യണോ? ഒന്ന് വലിച്ചുപിടി. ഞാൻ നോക്കട്ടെ. ഒരു മിനിറ്റ്, ഇച്ചിരി ഇടത്തോട്ട് മാറ്റി വിട്ടു. ഇടത്തോട്ട് ശകലം ലൂസായില്ലേ? മേശിരി എങ്ങനെ അറിഞ്ഞു? എന്നെ പൊന്നെ, നമ്മൾ ഇത് വല്ല അറിയുന്നോ? നമ്മൾ പെങ്ങളെ അങ്ങ് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തു. നാട്ടുകാർ പറയുമ്പോഴാണ് നമ്മൾ ഈ വിഷയം അറിയാം. ഈ കയറ് ലൂസ് അല്ലായിരുന്നു. കയറോ? അങ്ങനെ പറയണ്ടേ? പിന്നെ പുറം തിരിഞ്ഞിരിക്കുന്നു. അളിയാൻ പിണങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കട്ടെ, ഇവിടെ അളിയൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി. അതേ ഉള്ളൂ. ഇപ്പൊ കെട്ടിയോ വലിച്ചുപിടി. ടൈറ്റ് അല്ലയോ?
അത് മേശരിക്ക് അറിയാൻ വയ്യാത്ത വിഷയമൊന്നുമില്ലല്ലോ. ടൈറ്റ് ആണെന്നോ ഒന്നും തികഞ്ഞില്ല. ഞാൻ പിന്നെ ബാങ്കിൽ പോയി, അവിടെ നിന്ന് ലോൺ എടുത്തു, പിന്നെ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തു. ടൈറ്റോടെ ടൈറ്റ്. ആ ടൈറ്റിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞു? നിന്റെ പൈസയുടെ ടൈറ്റിന്റെ കാര്യമല്ല, പിന്നെ ഈ കയറ് ടൈറ്റാനിക് അല്ലയോ? ടൈറ്റാനിക്കോ? പിന്നെ എനിക്ക് മുങ്ങുണ്ടായോ? ആ നീ മുങ്ങ നില വരാല് മുക്കുന്നവരെ ഇവിടെ മുക്കി കൊല്ലും ഞാൻ, നോക്കൂ. മേശരി അവൻ അധികം ഇധിയും പറയും. മേശരി അങ്ങനെ പോകരുത്. ഒന്നാമത് ഈ 3 സെന്റ്, ഈ അളിയന്റെ ഈ 3 സെന്റ്. ഞാൻ പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാല്, നമ്മളിപ്പോ ഇങ്ങനെ കയറ് പിടിച്ചില്ലേ, മേശരി അതിന്റെ അറ്റത്തൊന്ന് പിടിച്ചേ, ഇങ്ങനെ പിടിച്ചില്ലയോ? അപ്പൊ ഇത് അളന്ന് തിരിക്കുമ്പം ഞാൻ ഇരിക്കുന്ന സമയത്ത് വേണം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ. അതങ്ങനെ വേണമല്ലോ. അതല്ലാതെ പിന്നെ നമ്മളങ്ങനെ ഒരു കാര്യം എന്റെ കാലം കഴിഞ്ഞാൽ നീ എന്താ പണിയാണോ ഈ കാണിച്ചേ? അളിയൻ പറഞ്ഞ കേട്ടില്ലയോ? അളി ഇരിക്കുമ്പോ വേണം എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ട്. ഞാൻ ചെയ്തു, മേശരിയാണേ സാക്ഷി. എന്റെ ദൈവമേ, എന്റെ വീടും പോയി വസ്തുവും പോയി. രണ്ടും കൂടെ എന്റെ തലയിലാണോടാ ആ കുറ്റി അടിച്ചേ.